പച്ചപ്പട്ടുവിരിച്ച നെൽപ്പാടങ്ങളും ജലസമൃദ്ധമായ കുളങ്ങളും മാനമുട്ടി നിൽക്കുന്ന മലകളും നിറഞ്ഞ സുന്ദരമായ ഗ്രാമം. പാരവെപ്പുകളും രാഷ്ട്രീയ പോരാട്ടങ്ങളും ഒരുത്തൻ നന്നാവുന്നത് മറ്റുള്ളവർക്ക് പിടിക്കാത്ത കുശുമ്പും കുന്നായ്മയും ഒക്കെയുള്ള ഒരു തനി ഉൾനാടൻ ഗ്രാമം. Yes, come in. തന്റെ കൂടെ ആരും വന്നിട്ടില്ലേ? ഇല്ല. എന്തുണ്ടെങ്കിലും ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന് എനിക്ക് തോന്നി. എന്തിനാ മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കുന്നത്? തന്റെ ധൈര്യം അപാരം തന്നെ. താൻ വെള്ളമടിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ. സിഗരറ്റ്സ്, ഹാൻഡ്സ്, പാൻ പരാഗ്? വല്ലപ്പോഴും. വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല ഡോക്ടർ, അരി പോലും പുറത്തുനിന്നാ വാങ്ങുന്നത്. തന്റെ ലൈഫ് സ്റ്റൈലാണ് ഈ അവസ്ഥയിൽ തന്നെ എത്തിച്ചത്. താൻ സംശയിച്ചതുപോലെ യു ആർ എ ക്യാൻസർ പേഷ്യന്റ്. ഈശ്വരാ. തന്റെ ജീവിതം എണ്ണപ്പെട്ടു. RCCയിൽ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടും. വേണ്ട ഡോക്ടർ, ഞാൻ എവിടേക്കും പോകുന്നില്ല. തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാകണം. ശരി ഡോക്ടർ, ശരി. പ്രദീപേ, എന്താടാ ഒന്നും മിണ്ടാതെ പോണേ? Now you are a cancer patient. ഏട്ടനെന്താ പറ്റിയേ? ഹേ, ഒന്നുമില്ല. കാലം നിങ്ങളെ കൊണ്ട് ഇതൊക്കെ മാറ്റി പറയിക്കും. കാലോ തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാകണം. കൃഷ്ണേട്ടാ, എന്നോട് ക്ഷമിക്കണം. എന്തിനാടോ ഞാൻ നിന്നോട് ക്ഷമിക്കണേ? ഞാൻ നിങ്ങളെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ കാലം എനിക്ക് പറഞ്ഞു തന്നു നിങ്ങളാണ് ശരിയെന്ന്. ഞാനാണ് ശരിയെന്നോ? അതെ, അവനവന്റെ ഭക്ഷണത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന എന്നെ പോലുള്ളവരെക്കാൾ എത്രയോ മുകളിലാണ് അങ്ങയുടെ സ്ഥാനം.
ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്നെ കർഷകപുത്രി എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്ക്. വേറെ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല അഞ്ജു, എന്നെ വിശ്വസിക്കൂ. ഞാൻ എന്റെ വീട്ടിലൊരു പച്ചക്കറിത്തോട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എങ്കിൽ നിനക്കൊക്കെ ആയുസ് കൂടും. അതെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ കൃഷ്ണേട്ടാ. ഇന്നു മുതൽ ഞാനും വരുന്നു നിങ്ങളെ സഹായിക്കാൻ. എടാ പ്രദീപിനെ കണ്ടില്ലല്ലോ. അവനെ കണ്ടിട്ട് കുറേയില്ലേ? അവൻ നന്നായി എന്നാ തോന്നുന്നു. ഡാ ശ്രീകാന്ത് ഹാൻസനോടാ. അത് പിന്നെ എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇത് ഇക്കുള്ള തന്നെ ഉണ്ടാവുള്ളൂ എന്നാ തോന്നുന്നു. ഒരു പഫ് അടിക്കല്. കുട്ടികളൊക്കെ നോക്കുന്നു. എന്താ പന്നി കാണിക്കുന്നത്? നിർത്തിക്കൂടെ ഇതെല്ലാം ആരോഗ്യത്തിന് കേടാ. അത് ഇപ്പോഴേ മനസ്സിലായുള്ളൂ. പ്രദീപേ, കർഷകശ്രീ പച്ചക്കറി വിദ്വാൻ പ്രദീപ് തമ്പുരാൻ എഴുന്നള്ളുന്നേ. ബാലേട്ടാ, ഷർട്ട് അടിക്കണം. ഈ അളവൊന്നും എടുത്തെടുക്കും. ഡാ അനക്ക് എന്താ പറ്റിയേ? കുറെ ദിവസമായിട്ടോ അനക്കൊരു മാറ്റം. ഓനിപ്പോ അവളുടെ പിന്നാലെ. അല്ല കർഷകശ്രീ പോവാ? നീയൊക്കെ കളിയാക്കിക്കോ, കാലം നിനക്കൊക്കെ കാണിച്ചു തരും. വല്ല കാര്യമുണ്ടോ? തന്റെ ദിവസത്തെയും പരിപാടിയല്ലേ ഇവിടെ? താനല്ലോ ദിവസം ഇവിടെ കൊടുത്തിട്ട്. താനത് എടുത്തു പോണോ? താനല്ലേ പല വർഷത്തിൽ താൻ ഇവിടെ കോഴി വെച്ച് കൊടുത്തിട്ട് എടുത്തിട്ട് പോണോ? നോക്കൂ, നമ്മളിവിടെ കോഴി വെച്ച് റേറ്റ് പോവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോഴാടാ നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് ആയത്. കൊടുകൈ
നിന്നെ മനസ്സിലാക്കാൻ ഞങ്ങൾ ഒരുപാട് വൈകിയടാ. എടാ, പാടം നികത്തി കടകളും വീടുകളും നഴ്സറികളും കേറുന്നു. വലിയ ആപത്താ വരാൻ പോകുന്ന. എന്താടാ ഇനി നമ്മൾ ചെയ്യാ? എടാ, റിയൽ എസ്റ്റേറ്റുകാരാ നമ്മളെ ഭരിക്കുന്നെ. അവര് പറയുന്നു അതിനാ നാട്ടിൽ വില. പച്ചക്കറി കൃഷി നടത്തുന്ന രാജേട്ടനും കൃഷ്ണേട്ടനും രവിയേട്ടനും രാധാകൃഷ്ണൻ മാഷും എല്ലാവരും പരിഹാസങ്ങൾക്കിരയാകുന്നു. അന്യന്റെ ഭക്ഷണം തിന്ന് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മറന്ന് ജീവിക്കുന്നു. വരൂ, നമുക്ക് ഒന്നിച്ചു പോരാടാം.